ഹലോ ഗൈസ്, ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹോണ്ട CBR650F. നിലവിൽ ഈ ഒരു വണ്ടിയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നിർത്തി ഇതിൻ്റെ പുതിയ മോഡലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. എന്നുവെച്ചാലും ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ഒരു വ്യക്തി മറക്കാണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈക്ക് സംബന്ധിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കുറേ നാളായി ഗൈസ് ഞാൻ ഈ ഒരു വണ്ടി തപ്പി നടക്കണു. ഇന്നാണ് നമുക്ക് വണ്ടി കിട്ടിയത്. ഇതിപ്പോൾ നമുക്ക് തന്നത് ഗ്യാരേജ് 48 നമ്മുടെ മനു ബ്രോ ആണ്. താങ്ക്സ് ബ്രോ. പിന്നെ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഒരൊറ്റ എപ്പിസോഡായിട്ട് ചെയ്യാനും പ്ലാൻ ഉണ്ട് കേട്ടോ, അവിടുത്തെ ബൈക്കുകളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. വണ്ടിയുടെ ലുക്ക് ഒരു രക്ഷയില്ല ഗൈസ്, ലുക്കും അതേപോലെ തന്നെ സൗണ്ടും. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 ആണ്. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയിൽ 2 കാലും കുത്തി നിൽക്കാം കേട്ടോ. സീറ്റ് ഹൈറ്റിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു വണ്ടിയിൽ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കേസാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. വളരെ കുറവാണ് ഈ ഒരു ബൈക്കിന് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇപ്പോൾ തന്നെ ആ ഒരു 50 താഴെ ചാടുമ്പിക്കാൻ തന്നെ ചെറിയ തോതിൽ അടിഭാഗം ഉറഞ്ഞ പോലെ ഫീൽ ചെയ്തു. അവരുടെ രക്ഷയില്ല ഗൈസ്. എന്തായാലും നമുക്കിത് ടോപ്പ് എൻഡ് നോക്കാനുള്ള റോഡ് തൽക്കാലം ഇവിടെ ഇല്ല, അതുകൊണ്ട് ടോപ്പ് എൻഡിനെ കുറിച്ചിട്ടൊന്നും പറയണമെന്നില്ല. അത്യാവശ്യം നല്ലൊരു ഇനീഷ്യൽ പുള്ളിങ് തന്നെ ഈ ഒരു ബൈക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് 600 ഓടിച്ചിട്ടുണ്ട്, നിഞ്ച 650 ഓടിച്ചിട്ടുണ്ട്. പക്ഷേ അതിനായിട്ട് ഭയങ്കര സ്മൂത്തായിട്ടാണ് ഈ ഒരു ബൈക്ക് കയറുന്നത്. പിന്നെ ദയവ് ചെയ്ത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ റൈഡേഴ്സൊക്കെ കാണിക്കണ പോലെ ടോപ്പിൻ്റെ നമ്മുടെ കേരളത്തിലത്തെ റോഡുകളിൽ നോക്കാണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു മാസം തന്നെ ഏകദേശം ഒരു 47ഓളം ബൈക്ക് അപകടങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഹെൽമെറ്റ് വെച്ചെങ്കിൽ കൂടെ പൂർണ്ണമായിട്ട് നിങ്ങൾ ആ ഒരു ഹെൽമെറ്റ് രക്ഷിക്കുന്ന യാതൊരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഒരു ഹെൽമെറ്റ് കമ്പനിയും പറയണില്ല. ഏകദേശം ഒരു 60 കിലോമീറ്ററോളം അല്ലെങ്കിൽ ഒരു 70 കിലോമീറ്ററോളം സ്പീഡിൽ മാത്രമാണ് ഹെൽമെറ്റ് നിങ്ങളെ ചെറിയ തരത്തിലെങ്കിലും നിങ്ങളുടെ തലേനെ രക്ഷിക്കുള്ളൂ. അപ്പം അതിന് മേലെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങളുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഹെൽമെറ്റ് വെച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ രക്ഷപ്പെടില്ല. ഇനി അത്രയ്ക്ക് ടോപ്പ് എൻഡ് നോക്കാൻ മുട്ടി നിൽക്കുന്ന ടീമുകളൊക്കെ കാണിച്ചാൽ പരമാവധി ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത റോട്ടിൽ പോയിട്ട് ടോപ്പ് എൻഡ് നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കാരണം വേറൊരാളെ അപകടത്തിൽ പെടുത്താണ്ടിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കേരളത്തിൽ കുറേ ടിക്ടോക്ക് വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ജസ്റ്റ് ക്ലച്ചിനെ കുറിച്ച് പറയാൻ വെച്ചാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചാണ് കേട്ടോ ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയുന്നത്. അതായത് ട്രാഫിക്കിലൊക്കെ നല്ല തരത്തിൽ നമ്മുടെ വിരലിന് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് ഗിയർ ആണ് കേട്ടോ. ക്ലച്ച് ഇത്തിരി ഹാർഡ് ആണെച്ചാലും വളരെ സ്മൂത്തായിട്ടുള്ള ഗിയർ ബോക്സാണ് വണ്ടിയുടെ. പിന്നെ സൗണ്ടും ഒരു രക്ഷയില്ല. ഈ ഒരു സെഗ്മെൻറ്റിലത്തെ മറ്റുള്ള ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വളരെ ചീപ്പാണ് കേട്ടോ. അതായത് വെറും 4500 രൂപയോളം മാത്രമാണ് ഈ ഒരു ബൈക്കിന് മെയിൻ്റനൻസ് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ സ്പെയറിനും വലിയ തരത്തിലുള്ള റേറ്റും മറ്റുള്ള ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണ്. ഇനി എന്തായാലും ഈ ഒരു ബൈക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാൻ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഇത്തിരി സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തിയതാണ് കേട്ടോ. ഈ വണ്ടിയുടെ മെയിനായിട്ട് വരുന്ന സ്പെസിഫിക്കേഷൻസ് ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ബൈക്കിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഹോണ്ടയുടെ തന്നെ 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനോട് കൂടിയിട്ടുള്ള സൂപ്പർ ബൈക്ക് സെഗ്മെൻറ്റിലത്തെ ഒരു എൻട്രി ലെവൽ ബൈക്കാണ് നമ്മുടെ ഹോണ്ടയുടെ CBR650F എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബൈക്ക്. 2017 കൂടിയിട്ടാണ് ഈ ഒരു ബൈക്കിൻ്റെ വരവ് എന്ന് പറയുന്നത്. പക്ഷേ 2019 ജനുവരി ആകുമ്പോഴേക്കും ഇതിൻ്റെ മാനുഫാക്ചറിങ്ങുകളൊക്കെ നിർത്തി. ഏകദേശം ഒരു 7,70,000 രൂപയായിരുന്നു ഈ ഒരു ബൈക്കിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2019 ജനുവരിക്ക് ശേഷം CBR650R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കാണ് ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ആ ഒരു മോഡലിൽ. അതേപോലെ തന്നെ 2 ഹെഡ്ലൈറ്റാണ് അതിന് വരുന്നത്. ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു V ഷേപ്പിലുള്ള ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് മാത്രമാണ് എനിക്കൊരു ബോറായിട്ട് ഈ ഒരു ബൈക്കിൽ ലുക്കിൻ്റെ കാര്യത്തിൽ തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ട് ഈ ഒരു സൈഡൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഫയർ ബ്ലേഡിൻ്റെ അതേപോലത്തെ ഏകദേശം ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു ബൈക്കിന് വന്നിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ സൗണ്ടും കിടുവാണ് കേട്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചുതരാം. അതിന് മുമ്പ് ഞാൻ വണ്ടിയുടെ മെയിനായിട്ട് വരുന്ന
സ്പെസിഫിക്കേഷൻസ് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ എഞ്ചിൻ സൈഡ് എടുത്ത് നോക്കാന്ന് വെച്ചാൽ 648cc 4 സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി പവറിൻ്റെ ഭാഗം എടുത്ത് നോക്കാന്ന് വെച്ചാൽ 11,500 RPM 84 bhp പവറും അതേപോലെ തന്നെ 8,500 RPM 60 Nm ടോർക്കാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യണത്. ടോർക്കിൻ്റെ കാര്യത്തിലും വണ്ടിയുടെ എഞ്ചിൻ ഒട്ടും പറകിലല്ല. ഒരു ടോപ്പ് ഗിയറിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു കുറഞ്ഞ സ്പീഡിൽ ഈ ഒരു വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റും. ഇനി വണ്ടിയുടെ ഫ്രണ്ട് വശത്തേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹലോജൻ ബൾബാണ് ഹെഡ്ലൈറ്റിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഒരു സിംഗിൾ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിലത്തെ ബൈക്കുകൾക്കൊക്കെ 2 ഹെഡ്ലൈറ്റ് വീതം കൊടുത്തിട്ടുണ്ട്, നമ്മുടെ നിഞ്ച 650 ഒക്കെ പോലെ. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്കൊരു സിംഗിൾ ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹലോജൻ ബൾബുകൾ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ടൈൽ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ ഇത് കസ്റ്റം ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് കയറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ചെറിയൊരു LED ടൈൽ ലാമ്പാണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് സീറ്റിൻ്റെ ഒരു ഭാഗം കൂടെ നോക്കാം. ഈ ഒരു മോഡലിൽ അത്യാവശ്യം നല്ല ലെങ്ത് കൂടിയിട്ടുള്ള ഒരു സിംഗിൾ സീറ്റാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ലോങ് റൈഡ് ഒന്നും പോകുന്ന സമയത്ത് വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല. ഇനി ജസ്റ്റ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കൂടെ നോക്കാം. 810 mm ആണ് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയിൽ സുഖമായിട്ട് 2 കാലും കുത്തി നിൽക്കാൻ പറ്റും. അതായത് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞവർക്കും ഈ ഒരു ബൈക്കിൽ സുഖമായിട്ട് കാല് കുത്തി നിൽക്കാൻ പറ്റും. നിങ്ങളുടെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5.5 താഴെയാണ് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയത് നിലവിൽ അവൈലബിൾ അല്ല. സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ വെച്ചാലും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല വെയിറ്റ് ഈ ഒരു ബൈക്കിന് വന്നിട്ടുണ്ട്. ഏകദേശം 215 കിലോഗ്രാമാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഇനി മീറ്ററിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. വളരെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് കേട്ടോ മീറ്ററിൽ വന്നിട്ടുള്ളത്. നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ അങ്ങനെയുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് RPM വേണ്ടിയിട്ടുള്ള സെക്ഷൻ വന്നിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് ട്രിപ്പ് 1 ട്രിപ്പ് 2 ഓഡോമീറ്റർ ഫ്യൂൽ ഗേജ് ടൈം അങ്ങനെ ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു മീറ്ററിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഭയങ്കര ബോറായിട്ട് പോലെ ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് ഹാൻഡിലിൻ്റെ ഭാഗം കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു മോഡലിൽ നമുക്ക് എഞ്ചിൻ ഓൺ ഓഫിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ടാണ് സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുള്ളത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ബ്രേറ്റ് അതിന് താഴെയായിട്ടാണ് ഡിം വന്നിട്ടുള്ളത്. അതുമ്പോൾ തന്നെയാണ് പാസ് വന്നിട്ടുള്ളത്. ഹോണിൻ്റെ അടിയിലായിട്ടാണ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ഹസാർഡിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഹോൺ നമ്മുടെ CBR650 ഒക്കെ പോലെ തന്നെ ഒരു റൈഡിങ് പൊസിഷനാണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുമ്പോഴും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും സീറ്റിൻ്റെയോ ഹാൻഡിലിൻ്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ നിവർന്നിരിക്കുന്നത് ഈ ഒരു ലെവലിൽ കാണിച്ചാൽ ഇത്തിരി കൂടെ ഫ്രണ്ടിലേക്ക് ചാഞ്ഞിരുന്നിട്ട് വേണം ഈ ഒരു ബൈക്ക് ഓടിക്കാൻ. ഇപ്പോൾ ഇതൊരു സ്പോർട്സ് ടൂറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കിലേക്കാണ്. അതായത് നമ്മളും ഭയങ്കരമായിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ കിടക്കണ പോലെയാണ് പുറത്തുനിന്ന് ഒരാൾ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുക. നമ്മളുടെ കാലും കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് മടങ്ങിയിട്ടാണ് ഇരിക്കുക. പിന്നെ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കാലിന് അത്യാവശ്യം നീളമുണ്ടെങ്കിൽ കൂടെ ഈ ഒരു സ്പേസിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കംഫർട്ടായിട്ട് കാല് വയ്ക്കാം. ഇനി നമുക്ക് വണ്ടിയുടെ ടാങ്കിൻ്റെ സൈഡും കൂടെ ഒന്ന് നോക്കാം. ഇപ്പോൾ ടാങ്ക് കാണുന്ന സമയത്ത് വലിയ വലിപ്പം കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അതായത് നമ്മുടെ ബെനലി 600 അതിൻ്റെ അത്രയൊന്നും ടാങ്കിന് വലിപ്പമൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം നല്ല തരത്തിലുള്ള ടാങ്ക് കപ്പാസിറ്റി ഈ ഒരു മോഡലിൽ വന്നിട്ടുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷനോട് കൂടി വരുന്ന ഈ ഒരു ബൈക്കിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 17.3 ലിറ്ററാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 20-ന് ഈ ഒരു ബൈക്കിന് മൈലേജും വന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ ആ ഒരു ഭാഗം കൂടെ നോക്കാം. നിലവിൽ ഈ ഒരു മോഡലിൽ നമുക്ക് ഫ്രണ്ടിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് 320 mm ആണ് ഓരോ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഡ്യുവൽ ചാനൽ ABS കൂടെയാണ് കേട്ടോ. ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഒരു രക്ഷയില്ല. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും, പക്ക ബ്രേക്കിംഗ് ആണ് ബൈക്കിൻ്റെ. ബാക്കിൽ നമുക്ക് 240 mm ആണ് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഞാൻ കവാസാക്കിയുടെ 650 ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ബെനലി 600 ഓടിച്ചു. ആ ഒരു ബൈക്കുകൾക്കൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല ആ ബൈക്കുകൾക്കൊക്കെ ഭയങ്കര മാരകമായിട്ടുള്ള ഒരു പവർ, നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്ര മാരകമായിട്ടുള്ള പവറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഈ ഒരു വണ്ടിയുടെ പവറിനും ബോഡി വെയിറ്റിനും അനുസരിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് തന്നെയാണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നിഞ്ച 300 അതേപോലെ തന്നെ R3 ഡൂക്ക് 390 ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചോയ്സും കൂടിയാണ് ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്. ഇനി എന്തായാലും ജസ്റ്റ് നമുക്ക് വീലിൻ്റെ ആ ഒരു ഭാഗം കൂടെ എടുത്ത് നോക്കാം. 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് കേട്ടോ ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് അലോയിൻ്റെ ഭാഗത്തും ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടയറിൻ്റെ ആ ഒരു സൈസും കൂടെ നോക്കാം. ഈ ഒരു ബൈക്കിൽ നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ സൈസ് വരുന്നത് 120/70, ബാക്ക് ടയറിൻ്റെ സൈസ് വരുന്നത് 180/85. അത്യാവശ്യം നല്ല വീതി കൂടിയുള്ള ടയർ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഭീകരമായിട്ടുള്ള ഒരു വണ്ടിയുടെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ഒരു രക്ഷയില്ല ഈ ഒരു ബൈക്കിൻ്റെ. ഇനി സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ USD ഫോർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമലായിട്ട് അത്യാവശ്യം നല്ല ട്രാവലിങ്ങോട് കൂടിയുള്ള ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. ബാക്കിൽ നമുക്കൊരു
അഡ്ജസ്റ്റബിൾ മോണോഷോക്കും ഈ ഒരു ബൈക്കിൽ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ഒരു ബൈക്കിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടെ ഒന്ന് നോക്കാം. വളരെ കുറവാണ് ഈ ഒരു ബൈക്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. അതായത് വെറും 133 mm മാത്രം. നമുക്ക് ഒരു 5.5 ഇഞ്ചിൻ്റെ മൊബൈൽ നേരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അടിയിലും നമ്മുടെ നിലത്ത് മുട്ടണ തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു ബൈക്കിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹമ്പോ അല്ലെങ്കിൽ ഒരു ഗട്ടറിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അടിഭാഗം വരാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ്. പിന്നെ ഭാരത്തിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 216 കിലോഗ്രാമോളം ഈ ഒരു ബൈക്കിന് ഭാരം വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെവി ആയിട്ടുള്ളൊരു ബൈക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു ബൈക്കിൻ്റെ പവർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് പാകമായിട്ടുള്ള ഒരു ഭാരം ബ്രേക്കിംഗ് ഒക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സിംഗാമും കാര്യങ്ങളൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഒരു ബൈക്കിൻ്റെ സ്പെക്ക് സംബന്ധിച്ചിട്ട് എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ഇനി ജസ്റ്റ് ഞാൻ ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ടും കൂടെ കേൾപ്പിക്കാം. നമ്മുടെ കവാസാക്കിയുടെ 650 പോലെ തന്നെ ഈ ഒരു ബൈക്കിൽ നമുക്ക് അണ്ടർബെല്ലി എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. സൗണ്ട് ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ എന്തായാലും നിർത്തിയിട്ട് ഒന്നുകൂടെ കേൾപ്പിക്കാം കേട്ടോ. അവിടെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ മാറിയതാണ്. വളരെ സ്മൂത്തായിട്ട് അത്യാവശ്യം നല്ല കേൾക്കാൻ സുഖമുള്ളൊരു സൗണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ബെനലി 600 അതിൻ്റെ അത്രയൊന്നും സൗണ്ട് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയ തരത്തിൽ ഹാൻഡിൽ നിന്നും അതേപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഫയറിങ്ങിൻ്റെ ഭാഗത്തുനിന്നോ ഹാൻഡിലിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും ഫീൽ ചെയ്തില്ല. നിലവിൽ ഈ ഒരു മോഡലിന് ബെനലി അതേപോലെ തന്നെ കവാസാക്കിയുടെ ബൈക്കുകളൊക്കെ തന്നെയാണ് മെയിനായിട്ട് കോമ്പറ്റീറ്ററായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു ബൈക്കുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ ചീപ്പാണ് ഈ ഒരു ബൈക്കിൻ്റെ എന്ന് പറയണത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല റൈഡിങ് കംഫേർട്ടും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. അതൊരു സ്പോർട്സ് ടൂറർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഹാൻഡിലിൻ്റെ ഭാഗത്തൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ സീറ്റിൻ്റെ ഭാഗത്തൊന്നും ഒന്നും ആയിരിക്കില്ല. അത് കൂടെ എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമാണ്. അത് വളരെ കുറഞ്ഞു പോയി ഈ ഒരു ബൈക്കിൽ. ഈ ഒരു ഭാഗം എപ്പോഴും കൺഫ്യൂഷൻ ആവാണ് ഗൈസ്. നമ്മുടെ MT-15 തോന്നിയ പോലെ തന്നെ ഇതിൽ നമുക്ക് ഹോണിൻ്റെ അടിയിലായിട്ടാണ് ഈ ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ എടുക്കും. ഓട്ടോമാറ്റിക്കൽ ഹോണിൻ്റെ ഭാഗത്തേക്കാണ് നമ്മുടെ വിരൽ പോണത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഓടിച്ചിട്ട് ചെറിയ തരത്തിൽ മാത്രമാണ് കേട്ടോ ഹീറ്റ് ഫീൽ ചെയ്യണത്. നമ്മുടെ കറക്റ്റ് നമ്മുടെ കാലിൻ്റെ ഈ ഒരു സൈഡിലേക്ക് മുട്ടിൻ്റെ താഴോട്ടായിട്ടാണ് ഹീറ്റ് അടിക്കണത്. ഇപ്പോൾ നല്ലൊരു ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല തരത്തിൽ തന്നെ വണ്ടി ഹീറ്റാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ബ്ലോക്കൊന്നും ഇല്ലാത്തൊരു റോട്ടിൽ കൂടിയാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചു പോകുന്നത്. പിന്നെ മീറ്ററിലെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതിപ്പോൾ നിങ്ങൾ നോക്കേണ്ട പുതിയ മോഡലിൽ ആ ഒരു പ്രോബ്ലമൊക്കെ ഹോണ്ട പരിഹരിച്ചിട്ടുണ്ട്. അതായത് 650R എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മോഡലിൽ അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്ററും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നിലവിലപ്പോൾ ഈ ഒരു ബൈക്കിനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു റിവ്യൂ വീഡിയോയിൽ കാണാം.